നമസ്കാരം. പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന പോലെ 1000 സ്വർണ്ണപാത്രങ്ങൾ കൊണ്ട് സത്യം മൂടി വെച്ചാലും ഒരു ദിവസം സത്യം പുറത്തു വരും എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ശരിയായി വരികയാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നപ്പോൾ അന്ന് എന്നെ അധിക്ഷേപിച്ച ആളുകളിൽ മുൻപന്തിയിൽ നിന്നുണ്ടായിരുന്ന ഒരാളാണ് എൻ മാധവൻകുട്ടി. ഇന്ത്യൻ എക്സ്പ്രസിന്റെ റെസിഡന്റ് എഡിറ്റർ ആയിരുന്നു. അന്ന് കേരളത്തിലെ പത്രപ്രവർത്തകരുടെ ഏറ്റവും പത്രപ്രവർത്തക പ്രമുഖനായ ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ എക്സ്പ്രസിന്റെ റെസിഡന്റ് എഡിറ്റർ ആവാൻ വന്നാൽ അതൊരു വലിയൊരു സൗഭാഗ്യം തന്നെയാണ്. അദ്ദേഹവുമായി ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിരുന്ന അദ്ദേഹം എന്നെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. എന്നാൽ ലാവ്ലിൻ കേസ് വന്ന് ഞാൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ ശേഷം അദ്ദേഹം പിണറായി വിജയനോടൊപ്പം നിന്ന് ഞാനൊരു മഞ്ഞപ്പത്രക്കാരനാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയുണ്ടായി. പല തവണ അദ്ദേഹം ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് എന്നെ വളരെ മോശമായ രൂപത്തിൽ അധിക്ഷേപിച്ചു. എന്നാൽ അതിനൊന്നും ഒരു യാതൊരു തെളിവുമില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹത്തിന് അറിയാം, എനിക്കും അറിയാം. എന്നെപ്പറ്റി ഞാൻ കൊണ്ടുവന്നതൊക്കെ കള്ളക്കഥയാണ്, സത്യസന്ധമല്ലാത്ത കാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ ആ പിണറായി വിജയൻ വളരെ സംശുദ്ധനാണ്, അദ്ദേഹത്തെ പോലെ ഇത്ര മാന്യനായ ഒരാളില്ല എന്നൊക്കെ അദ്ദേഹം അന്ന് തട്ടിവിട്ടു. എന്നാൽ ഇപ്പോൾ ഇതാ അദ്ദേഹം തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു. ക്രൈം പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിളിച്ചു പറയുകയാണ് സത്യത്തിൽ എൻ മാധവൻകുട്ടി. മാത്രമല്ല പിണറായി വിജയൻ കാട്ട് കള്ളനാണ് എന്നുകൂടി പറയുകയാണ്. സ്വന്തം മകൾക്ക് കരിമണൽ കർത്തയിൽ നിന്നും കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊടുത്തത് പിണറായി വിജയന്റെ സ്വാധീനത്തിലാണ്, അതിലെ മകളുടെ സ്വാധീനത്തിലല്ല. അതേ രവി പിള്ളയുടെ കമ്പനി ജോലി കിട്ടിയത് പിണറായി വിജയന്റെ സ്വാധീനത്തിലാണ്, അത് മകളുടെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ടല്ല. അപ്പൊ ഇങ്ങനെ പിണറായി വിജയൻ അധികാര ദുർവിനിയോഗം നടത്തി ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. അത് മകളെ ഉപയോഗിച്ചിട്ടാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ചേർന്നതല്ല, അത് അധികാര ദുർവിനിയോഗം തന്നെയാണ്, മാത്രമല്ല അഴിമതി തന്നെയാണ് എന്ന് തന്നെയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ വിളിച്ചു പറയുന്നത്. എന്തായാലും മാധവൻകുട്ടിയെ പോലെ ഒരാള് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ സത്യം, എന്റെ വിജയം. കാരണം ഞാനാണ് ലാവ്ലിൻ കേസ് കൊണ്ടുവന്ന് പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്നുള്ള വാർത്ത ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത്. അതിന്റെ പേരിൽ ക്രൈമിന്റെ ഓഫീസ് ആക്രമിക്കുന്നു, ഓഫീസ് കത്തിക്കുന്നു, ഓഫീസ് രേഖകൾ കടത്തിക്കൊണ്ടുപോകുന്നു, പിന്നീട് എന്നെ വേട്ടയാടുന്നു. എന്നെ എത്ര കള്ളക്കേസുകളിലാണ് പിണറായി വിജയൻ കള്ളക്ക് കുടുക്കിയത്, അറസ്റ്റ് ചെയ്യിച്ചത്. എന്നെ ഒരു കള്ളക്കേസ് എന്ന് പറയുന്നത് ആദ്യം തുടങ്ങിയത് വീണ ജോർജിന്റെ ഒരു കേസായിരുന്നു. വീണ ജോർജിനെ അവരെ അശ്ലീലപരമായി ഞാൻ പറഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എന്നെ കൊടുക്കാൻ വേണ്ടി അവരൊരു പെൻഡ്രൈവ് കൊടുത്തേക്കാണ്, അവരുടെ അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് കൈ കിട്ടുന്നു, ഞാൻ എവിടെയും ആരെയും കാണിച്ചില്ല, വളരെ ഭദ്രമായി മാറ്റി വെച്ചു. പിന്നീട് ഓഫീസിന്റെ കമ്പ്യൂട്ടറിൽ തുറക്കാതെ മറ്റൊരു ലാപ്ടോപ്പിൽ തുറക്കാം, എന്റെ ലാപ്ടോപ്പിലുള്ള വേറൊരാളുടെ ലാപ്ടോപ്പിൽ രഹസ്യമായി തുറക്കാം, എന്നിട്ട് എന്താണ് അതൊന്ന് കാണാം എന്നൊക്കെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. അതിന്റെ ഇടയിൽ എനിക്കൊരു കത്ത് വരുന്നു, വീണ ജോർജിന്റെ ചൂടൻ കിടപ്പറങ്ങളുടെ വീഡിയോ നിങ്ങളുടെ കൈവശം ഉണ്ടല്ലോ, അതിന് എത്ര ലക്ഷം വേണമെങ്കിൽ തരാം. അവിടെയാണ് എന്നെ ട്രാപ്പ് ചെയ്യാന്ന് മനസ്സിലാക്കുകയും ഞാനൊരു വീഡിയോ ചെയ്തു. എന്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനാണ് എന്നെ പേരില് IT Act 67 പ്രകാരമുള്ള കേസ് എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്ത് 7 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. കോടതിക്ക് ബോധ്യപ്പെട്ടു കള്ള കേസാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ജാമ്യം നിന്നു. ഇതുപോലെ നിരവധി കേസുകളിലായിട്ട് 3-4 കേസുകളായിട്ട് എന്നെ 45 ദിവസത്തോളമാണ് കള്ളക്കേസ് കൂടി ജയിലിൽ അടച്ചത്. ഈ ജയിലിൽ അടച്ചതൊക്കെ തന്നെ പിണറായി വിജയനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നതിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനധികൃത സമ്പാദ്യത്തിന്റെ രേഖകൾ എന്റെ കൈവശം കിട്ടിയതിനാണ്. അത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അനധികൃത സമ്പാദ്യം വന്ന ഏകദേശം 10,000 കോടി രൂപയുടെ അനധികൃത സമ്പാദ്യത്തിന്റെ രേഖകളാണ് എനിക്ക് കിട്ടിയത്. അത് എന്റെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം എങ്ങനെ മണത്തറിഞ്ഞു, എന്റെ പേരിൽ കള്ളക്കേസ് എടുക്കുന്നു, എന്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്യുന്നു, അങ്ങനെ ആ രേഖകൾ കടത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് അത് എന്നെ വേട്ടയാടിയത്. അപ്പൊ ഇങ്ങനെയുള്ള പിണറായി വിജയനെ കുറിച്ച് അന്ന് എല്ലാ സമയത്തും പിണറായി വിജയനെ സ്തുതി പാടിയിരുന്ന, പിണറായി വിജയൻ ആസനം താങ്ങിയിരുന്ന പ്രഗത്ഭനായ നമ്മൾ അന്ന് വിശേഷിപ്പിച്ചിരുന്ന പത്രപ്രവർത്തകൻ മാധവൻകുട്ടി അവസാനം സത്യം വിളിച്ചു പറയുകയാണ്, പിണറായി വിജയൻ കള്ളനാണ്, സ്വന്തം മകൾക്ക് കരിമണൽ കർത്തയിൽ നിന്നും പണം വാങ്ങിക്കൊടുത്തത് അഴിമതി തന്നെയാണ് എന്ന് ഇൻഡയറക്റ്റ് ആയി പറഞ്ഞിരിക്കുകയാണ്. തട്ടിപ്പ് വീരനായ പിണറായി വിജയനെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം. പിണറായി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളാണ്. വളരെ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം ഞാൻ ഈ പറയുന്നത്.
ഞാനത് പിണറായി പിന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എൻ്റെ കാര്യം പോട്ടെ, അജിത്തിന്റെ വീട്ടിൽ അജിത്ത് ഒരു സ്ഥാനത്ത് ഏതെങ്കിലും ഈ ചാനലിന്റെ തലപ്പത്തിരിക്കുന്നു. ഈ തലപ്പത്തിരിക്കുമ്പോൾ നിങ്ങളുടെ മകൻ നിങ്ങളുടെ അഡ്രസ്സിലും നിങ്ങളുടെ സംഘടനയുടെ അഡ്രസ്സിലും വെറുക്കപ്പെട്ടതെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും കള്ള ബിസിനസ് ആണെന്ന് അറിയുന്ന കരിമണൽ കർത്ത എന്ന് പറയുന്ന ഒരാളുടെ കൺസൾട്ടൻസി എടുത്ത് നിങ്ങളുടെ മകനും നിങ്ങളും ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെടുന്നു. ഞാനാണെങ്കിൽ ഇഷ്ടപ്പെടില്ല. അപ്പം എൻ്റെ മകൻ, ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിരുന്നു. എൻ്റെ മകന് വേറെ ജോലിയൊന്നുമില്ല, വലിയ പണമൊന്നും കിട്ടുന്നില്ല. അവൻ അച്ഛൻ്റെ ഉപയോഗിച്ചിട്ട് എൻ്റെ ഓഫീസിലും എൻ്റെ വീട്ടിലിരുന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഉണ്ടാക്കി അതിൻ്റെ കമ്മീഷൻ മേടിക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും ഇറങ്ങടാ പുറത്ത്. രണ്ടും അത് വീണയുടെ കേസിൽ, അത് പറയട്ടെ, പേര് പറയട്ടെ, അല്ലാതെ അത് മകൾ വീണയുടെ കേസിൽ അത് പിണറായി ചെയ്തത് അധാർമികമാണ്. അത് അഴിമതി എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് ചുരുളഴിയും. പക്ഷേ അത് അധാർമികമാണ് തുടക്കം മുതൽ പറയുന്നതാണ്. സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തം മകൾക്ക് കരിമണൽ കർത്താവുമായി എന്ത് ചെറിയ ഇടപാട് പോലും നടത്താൻ അനുവദിച്ചത് പിണറായി സഖാവിനെ പോലെ പോളിറ്റ് ബ്യൂറോ അംഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളരെ എന്താ പറയുക ഏറ്റവും ഉയർന്ന ഏറ്റവും സീനിയറായി ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന പിണറായി ചെയ്തത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം മാത്രമല്ല ജനാധിപത്യ വിരുദ്ധം. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ഏർപ്പാട് മാത്രമായിട്ട് അതിനെ അത് പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതെങ്ങനെയാണ് പറ്റുക? അതെങ്ങനെ പറ്റും? നിങ്ങൾ മുഖ്യമന്ത്രിയാണ്, നിങ്ങളൊരു വ്യക്തിയല്ല, നിങ്ങൾ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ എൻവയറൺമെന്റിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിലും അത് തന്നെയാണ്. ഏതോ രവി പിള്ളയുടെ കമ്പനിയിൽ എന്തോ വലിയ പദവി കിട്ടുന്നത് എങ്ങനെയാണ്? എന്റെ മകന് കിട്ടുമോ? നിങ്ങളുടെ മകന് കിട്ടുമോ? നിങ്ങൾ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബിടെക് പാസ്സായ ഒരു കുട്ടിക്ക് പെട്ടെന്ന് വൈസ് പ്രസിഡന്റ് ആയിട്ടൊരു കമ്പനിയുടെ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്? ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ല, ഇത് മനസ്സിലാക്കുന്നു. നമുക്കും കുട്ടികളുണ്ട്, മനുഷ്യർക്കും കുട്ടികളുണ്ട്, അവർക്ക് ജോലി വേണം, പിന്നെ പഠനം വേണം. അധികാരത്തിന്റെ ഇതിലല്ലേ അതെല്ലാം ലഭിക്കുന്നത് ഈ മക്കൾക്കും ഭാര്യമാർക്കും. കേട്ടല്ലോ. അതായത് എൻ മാധവൻകുട്ടിയുമായി മംഗളത്തിന് മുൻ എഡിറ്ററും ഇപ്പോൾ M5 എന്ന ചാനലിന്റെ ചീഫ് എഡിറ്ററുമായ അജിത് കുമാർ നടത്തിയ ഇന്റർവ്യൂ ആണ് നിന്നാണ് ഞാൻ ഈ ഭാഗം എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തോട് വിളിച്ചു ചോദിച്ച് പെർമിഷൻ വാങ്ങിയിട്ടാണ് ഈ ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചുള്ളത്, ഈ ഭാഗം എടുത്തിട്ടുള്ളത്. ഏറ്റവും പ്രത്യേകമായി പറയേണ്ട കാര്യം, ഈ അജിത് കുമാറാണ് മുമ്പ് പിണറായി വിജയൻ എന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, പാർട്ടി അവൈലബിൾ മീറ്റിംഗ് കൂടി എന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യം എന്നെ അറിയിച്ചത്. അന്ന് അദ്ദേഹം പറയുമ്പോൾ എന്നെ പ്രതീക്ഷയില്ല എന്നാണ് പറഞ്ഞെങ്കിലും ഞാൻ പിറ്റേ ദിവസം ഹൈക്കോടതിയിൽ പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് ഹർജി ഫയൽ ചെയ്തു. തുടർന്ന് പത്രക്കാർ കൊടുത്ത് വലിയ വാർത്തയായി. ഇതോട് കൂടിയിട്ട് പിണറായി വിജയൻ പിൻവാങ്ങി. അന്ന് പിന്നീട് അജിത് കുമാർ പറഞ്ഞത് വലിയ സംഭവമാണ്, ഒരിക്കലും പിണറായി വിജയൻ കൊല്ലാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ CPM കൊല്ലാൻ തീരുമാനിച്ചാൽ അതിൽ മാറ്റം ഉണ്ടാകാറില്ല എന്നുള്ളതാണ്. എന്തായാലും അജിത് കുമാറോട് എനിക്ക് നന്ദിയുണ്ട്. ഇപ്പോൾ മാധവൻകുട്ടിയുമായി നടത്തിയ വളരെ ശ്രദ്ധേയമായ അഭിമുഖത്തിൽ പല ഞെട്ടിക്കുന്ന സംഭവങ്ങളും പുറത്തു വരികയാണ്. മാധവൻകുട്ടി ഒരു കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ വലങ്കൈയായിരുന്നു, മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ കാട്ടുകള്ളം തന്നെയാണ് എന്ന് ഇൻഡയറക്റ്റായി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തോടും നന്ദി പറയുകയാണ്. അദ്ദേഹം എന്നെ വളരെയധികം മോശമായ രൂപത്തിൽ ആക്ഷേപിച്ച ഒരാൾ കൂടിയാണ്.